ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് ഒരു അടിപൊളി മസാല ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന. അതിനായിട്ട് ഒരു ബീട്രൂട്ട് മുറിച്ചെടുക്കുക, ഒരു 10 ബീൻസ് മുറിച്ചെടുക്കുക, ഒരു ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ് ഇവ മുറിച്ചെടുത്ത്, കുറച്ച് വെളുത്തുള്ളി അല്ലി, കുറച്ച് ഇഞ്ചി ഇവ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 4 വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം, 1 തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവോള അരിഞ്ഞത്, നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, മസാല ഇട്ട് കൊടുക്കുക. അതിന് നല്ല ടേസ്റ്റാണ്. സവോളയ്ക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക. നമ്മുടെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് മിക്സ് കുക്കറിൽ 4 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ച് കൊടുത്ത ഈ വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബീട്രൂട്ട് ഇട്ടത് കൊണ്ട് മൊത്തം ചുവപ്പ് കളറായിപ്പോയി. ഇത് വേവിച്ചിട്ട് ഉടയ്ക്കൊന്നും വേണ്ട, നന്നായിട്ട് കുക്കറിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇനി ദോശപ്പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം, ബട്ടർ ഇട്ട് കൊടുക്കാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മസാല നടുവിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കി മടക്കിയെടുത്ത് ഗ്രീൻ ചില്ലി ചട്നിയുടെ കൂടെ നമുക്ക് കഴിക്കാം. താങ്ക് യു.